ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു നേന്ത്രപ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരല്പം മധുരവും പുളിയും എരിയും ഒക്കെ കലർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഒഴിച്ച് കറിയാണിത്. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാമല്ലേ. അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാകത്തിന് പഴുപ്പേ വേണ്ടൂ, ഒരുപാട് പഴുത്ത പഴമാവരുത്. അപ്പം നമുക്കിത് പീൽ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. പഴം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ അരപ്പും മിക്സി കൈക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നമുക്കിവിടെ കിട്ടുന്ന തൈര് തീരെ പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാടൻ ഐറ്റംസ് ഇതുപോലെ മോരുകറി പുളിശ്ശേരിയൊക്കെ ആക്കുന്ന നേരം നമ്മൾ തലേന്ന് രാത്രി തൈരെടുത്തൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് പുളി, നാട്ടിലത്രയും പുളി ഉണ്ടാവില്ല, എന്നാലും ഒരു കുറച്ച് പുളി കിട്ടും. ഇനി ഈ തൈര് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ബലത്തിനുണ്ട് ഒരു ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം അളവ് കപ്പിൻ്റെ കണക്കിൽ 240 ml കണക്ക് പറയുകയാണെങ്കിൽ 1/4 കപ്പ് തൈരുണ്ടാവും. ഇനി ഇത് നല്ല പോലെ ഉടച്ച് നമുക്ക് ഈ കായ് തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയമാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. താളിപ്പിന് വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു 5-6 മണി ഉലുവയും കായ്മുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് അടച്ച് വെച്ചൊരു മിനിമം 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു നല്ല റെസിപ്പിയും വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.